ഇത് കാച്ചിലാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു കാച്ചിലിൻ്റെ വലിയൊരു കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് 2-3 മുള വന്ന ഭാഗങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ മണ്ണ് ഞങ്ങൾക്ക് കുറച്ചുള്ളൂ, അവിടെയായിട്ട് ഞാനൊന്ന് കുഴിച്ചിട്ടു കേട്ടോ, പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ അത് നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ടേ. ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് മണ്ണ് തീരെ കുറവാണ്. ഈ കാണുന്ന പോർഷൻ മാത്രമേ ഞങ്ങൾക്ക് മണ്ണുള്ളൂ കേട്ടോ. അവിടെ തന്നെ ഞാൻ കുറേ സാധനങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് നല്ലതുപോലെ വള്ളികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കുറച്ച് ചാണാപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷമാണ് കുഴിച്ചിട്ടത്. ഇത് മഞ്ഞളാണ് കേട്ടോ. അതിൻ്റെയൊക്കെ സൈഡിൽ ഈ മൂലയിലായിട്ടാണ് കേട്ടോ കുഴിച്ചിട്ടേക്കണേ. ഇനി നല്ലതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കിഴങ്ങ് എങ്ങോട്ട് പോകുമോ ആവോ. ഏതായാലും ഞാനത് കുഴിച്ചിട്ടു. അപ്പോൾ ഞങ്ങൾക്ക് മുകളിലേക്ക്, ടെറസിൻ്റെ മുകളിലേക്ക് വിടാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ കോവലിൻ്റെ തണ്ടാണ് ഈ കാണുന്നത്. അതിലോട്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റത്തില്ല. അതിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അത് ഈ കോവലിനെ ഞെരിക്കിയാലോ. അപ്പോൾ ഞാൻ സൈഡിൽ കൂടി ഒരു കയറ് കെട്ടി വിട്ടിട്ടുണ്ട്. ടെറസിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ പോട്ടെ അത്. പക്ഷേ അവിടെ വെച്ചത് സ്റ്റോപ്പായി നിൽക്കുന്നതാണ്. കാരണം ഞങ്ങൾക്ക് അവിടെയായിട്ട് ഷീറ്റ് ഇട്ടേക്കണ കാരണം അവിടെ സ്റ്റോപ്പായി. പിന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് ഞാൻ വിട്ടു. ഇഷ്ടമുള്ള പോലെ പോട്ടെ. ഞാനതായാലും അത് മാറ്റി കൊടുക്കാനൊന്നും പോകണമെന്നില്ല. അതിന് ഇഷ്ടമുള്ള പോലെ അതങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നല്ല തളിരലയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് വെള്ളക്കാച്ചിലാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കാച്ചിലായിരുന്നു. വയലറ്റ് കാച്ചിൽ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. വീഡിയോസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളേ.